വെൽക്കം ടു ടാലി ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഇൻവെൻട്രി സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയലും അതിൻ്റെ ആൻസറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോക്ക് ഓർ ഇൻവെൻട്രി അല്ലെങ്കിൽ ഗുഡ്സ് ക്രിയേഷൻ ഇൻ ടാലി അല്ലേ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും ഇൻവെൻട്രി എന്ന് പറഞ്ഞാലും ഗുഡ്സ് എന്ന് പറഞ്ഞാലും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇൻവെൻട്രി മീൻസ് ട്രേഡിംഗ് ഗുഡ്സ് ഇൻ ദി ഫോം ഓഫ് റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അതായത് നിങ്ങൾ കസ്റ്റമർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്തതോ അതോ നിങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്തതോ ആയ പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇത് എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് സ്റ്റോക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആക്കി മനസ്സിലാക്കേണ്ട ആവശ്യം ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇത് ഒരു ബേക്കറി, അതായത് ചെറിയൊരു സ്ഥാപനമാണ്. നമ്മുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ഷോപ്പ്, സ്ഥാപനം, അവരുടെ പ്രൊഡക്റ്റാണ്. ഓക്കെ, അവർ ഈ ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്, പീനട്ട്സ്, ബട്ടറൊക്കെ ഹോൾസെയിലായിട്ട് നമ്മൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ പർച്ചേസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. അവർ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്നു, പ്രോഫിറ്റ് ചേർക്കുന്നു, പിന്നെ സെയിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കുറച്ച് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നത്. നോക്കാം. പ്രൊഡക്റ്റ് കോളുണ്ട്, പ്രൊഡക്റ്റ് ടൈപ്പ് ഉണ്ട്, ബ്രാൻഡ് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്, കോസ്റ്റ് പ്രൈസ് ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, എമൗണ്ട് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ പ്രോഡക്റ്റ് ഒരു 15 പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ അല്ലേ. ഒന്നാമത്തെ പ്രോഡക്റ്റ് കാഡ്ബറി ഡയറി മിൽക്ക് ഓറഞ്ച് 180 ഗ്രാം. അത് എന്ത് ടൈപ്പ് പ്രോഡക്റ്റ് ആണ്? ചോക്ലേറ്റ്. അത് ഏത് ബ്രാൻഡ്, ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്? കാഡ്ബറി. യൂണിറ്റ്സ്, അത് മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റ് വെച്ചിട്ടാ? NOS, അതിൻ്റെ ഫുൾ നെയിം നമ്പർ. യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ അരി, റൈസ് അല്ലെങ്കിൽ പഞ്ചസാര, ഷുഗർ, ഇതൊക്കെ നമ്മൾ വീറ്റൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് സെയിൽ ചെയ്യുന്നത് നമ്മളൊരു മെഷർമെൻറ്റ് യൂണിറ്റും ആണല്ലോ. അതൊക്കെ ഗ്രാം, കിലോഗ്രാം, KG ആയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ ടെക്സ്റ്റൈൽ ഷോപ്പ് നമ്മൾ തുണിത്തരങ്ങൾ, ഷർട്ട് പീസ്, പാൻ പീസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ല, അതിൻ്റെ യൂണിറ്റ് ഏതാ? മീറ്റർ, സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ. അതുപോലെ ഈ ചോക്ലേറ്റ്, ബിസ്ക്കറ്റൊക്കെ നമ്മൾ എണ്ണീട്ടാണ് പറയുക, ഇത്ര എണ്ണം. അതുകൊണ്ടാണ് നമ്പേഴ്സ് എന്ന യൂണിറ്റ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 145. ഈ സാധനം നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കൊടുത്ത പൈസ എത്രയാണ്? 145. അടുത്തത് സെല്ലിംഗ് പ്രൈസ്. ഇത് കസ്റ്റമർക്ക് എത്ര രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു 45 രൂപ കൂട്ടിയിട്ട് 190 രൂപ. ഓക്കെ അല്ലേ, പ്രോഫിറ്റ് ചേർത്തു. ക്വാണ്ടിറ്റി, നമ്മളുടെ കയ്യിൽ, ഓക്കെ അല്ലേ, നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് എത്ര എണ്ണം ഉണ്ട്? വേണമെങ്കിൽ ഞാനിവിടെ ക്വാണ്ടിറ്റി ഓൺ ഹാൻഡ് എഴുതി, ഹാൻഡ് അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയും. ഓക്കെ അല്ലേ. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട്? 50 എണ്ണം, 50 NOS. ഓക്കെ അല്ലേ. എമൗണ്ട്, എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്? 7250. അതെങ്ങനെ 7250 കിട്ടി? ഈസ് ഈക്വൽ ടു സമം നമ്മുടെ കയ്യിൽ 50 സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 50 എണ്ണം, 50 ഗുണിക്കണം ഇൻറ്റു റേറ്റ് കോസ്റ്റ് പ്രൈസ് 145, സെല്ലിംഗ് പ്രൈസ് 190. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് കാണിക്കുക ഏത് പ്രൈസിനാണ്? എപ്പോഴും കോസ്റ്റ് പ്രൈസിനാണോ സെല്ലിംഗ് പ്രൈസിനാണോ? കോസ്റ്റ് പ്രൈസ്, നമുക്ക് വാങ്ങാനോ ഉണ്ടാക്കാനോ വന്ന റേറ്റ്. ഓക്കെ അല്ലേ, അതിനാണ് കാണിക്കുക. ഇൻറ്റു 145. അപ്പോൾ 50 ഇൻറ്റു 145. നമ്മളുടെ കയ്യിൽ എത്ര എണ്ണം സ്റ്റോക്ക് ഉണ്ട്? 50. എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്? 50 ഇൻറ്റു 145 ഉണ്ടോ? 7250. അങ്ങനെയാണ് ഈ 7250 കിട്ടിയത്. ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡിംഗ് സ്ഥാപനമായതുകൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്ത റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വന്ന പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ അല്ലേ കേട്ടോ. അങ്ങനെ ഒരു 10-15 ഐറ്റം ഉണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ഇവിടെ ഒരു അടുത്തായിട്ട് നോക്കുക. കാഡ്ബറി ഓറിയോ 918 ഗ്രാം. ഓക്കെ അല്ലേ.
ഇത് എന്താ ഐറ്റം? ഇത് ബിസ്ക്കറ്റ്സ് ആണ്. അത് ഏത് കമ്പനിയുടെയാണ്? കാഡ്ബറി തന്നെയാണ് അല്ലേ. അത് യൂണിറ്റ് NOS ആണ്. വാങ്ങിയത് കോസ്റ്റ് പ്രൈസ് 155, കസ്റ്റമർക്ക് കൊടുക്കുന്നത് 200 രൂപയ്ക്ക്. നമ്മുടെ കയ്യിൽ 120 ഉണ്ട്. അപ്പോൾ 120 ഗുണിക്കണം 155, 18,600 രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ മൊത്തം നമ്മുടെ കയ്യിൽ 1025 എണ്ണം സ്റ്റോക്ക് ഉണ്ട്. 1,28,500 രൂപയുടെ സ്റ്റോക്കും ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് ക്വാണ്ടിറ്റി വൈസിൽ, ഇത് വാല്യൂ വൈസിൽ. അപ്പോൾ ഈ സ്റ്റോക്കുകൾ എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ടാലി എടുത്തു, നേരെ മാസ്റ്റേഴ്സ് അല്ലേ, അറിയാലോ. ലെഡ്ജറും സ്റ്റോക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് എടുത്തു. ഇവിടെ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിലാണ് നമ്മൾ ലെഡ്ജർ ഗ്രൂപ്പുകളൊക്കെ പഠിച്ചത്. ഓക്കെ അല്ലേ? ഇനി സ്റ്റോക്കിൻ്റെ കാര്യങ്ങളെല്ലാം വരിക, പ്രൊഡക്റ്റ് ക്രിയേഷനൊക്കെ വരിക മാസ്റ്റേഴ്സിൽ, ഇൻവെൻട്രി മാസ്റ്റേഴ്സ്. ഇവിടെ ഒരുപാട് ഹെഡുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ്? സ്റ്റോക്ക് ഗ്രൂപ്പ് ഉണ്ട്, സ്റ്റോക്ക് കാറ്റഗറി ഉണ്ട്, സ്റ്റോക്ക് ഐറ്റം ഉണ്ട്. ശരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് ഐറ്റം ആയിട്ടാണ്, സ്റ്റോക്ക് ഐറ്റം. അപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് കാറ്റഗറി എന്താണ്? അത് നമ്മുടെ പ്രൊഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാനാണ് ഏത്? ഈ സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് കാറ്റഗറിയും. യൂണിറ്റ്സ് എന്തിനാണ്? അതിൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ അല്ലേ? ഗോ ഡൗൺ പഠിക്കാനായിട്ടില്ല, അത് നെക്സ്റ്റ് വേറെ ലെവലിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മുടെ പ്രൊഡക്റ്റ്, ഞാൻ ഈ തന്ന പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇതിൽ എന്തൊക്കെയാണ് സ്റ്റോക്ക് ഐറ്റത്തിൽ ക്രിയേറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് സ്റ്റോക്ക് കാറ്റഗറി, എന്തൊക്കെയാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് നോക്കാം. ഓക്കെ, ഞാനിവിടെ 15 പ്രൊഡക്റ്റുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ 15 പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ഈ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ്, ഇതാണ് സ്റ്റോക്ക് ഐറ്റം. ഈ 15 പ്രൊഡക്റ്റുകളാണ് എവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ഈ സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് സ്റ്റോക്ക് ഐറ്റം എന്ന സ്ക്രീൻ, സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ സ്ക്രീൻ. പക്ഷെ നമ്മൾ സ്റ്റോക്ക് ഐറ്റം മാത്രം ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് റിപ്പോർട്ട്സ് എങ്ങനെ കിട്ടുള്ളൂ? ഞാനിവിടെ സ്റ്റോക്ക് ഐറ്റം മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഐറ്റം മാത്രം, അതായത് സ്റ്റോക്ക് ഗ്രൂപ്പോ, അതായത് സ്റ്റോക്ക് ഐറ്റം മാത്രം, സ്റ്റോക്ക് ഗ്രൂപ്പോ സ്റ്റോക്ക് കാറ്റഗറിയോ ഉപയോഗിക്കാതെ സ്റ്റോക്ക് ഐറ്റം മാത്രം ക്രിയേറ്റ് ചെയ്താൽ എന്താണ് പ്രശ്നം? നമുക്ക് റിപ്പോർട്ട്സ് 100% കിട്ടില്ല. നമുക്ക് റിപ്പോർട്ട്സ് നോക്കാം. ഞാനിവിടെ ഈ 15 ഐറ്റം ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് സമ്മറി, ബാലൻസ് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നറിയണം. ഓക്കെ അല്ലേ? കണ്ടോ, നമ്മുടെ കയ്യിൽ ഇത്രയും ആ 15 സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ വാല്യൂ 1025 എണ്ണം സ്റ്റോക്ക് ഉണ്ട്. 1,28,500 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ അല്ലേ? ഇതന്നെയല്ലേ? ശരി തന്നെയല്ലേ? ആൻസർ ഇതുപോലെ തന്നെ കിട്ടും. 1025 എണ്ണം സ്റ്റോക്ക് ക്വാണ്ടിറ്റി, 1,28,500 രൂപയുടെ വാല്യൂ ഉള്ള സ്റ്റോക്ക്. ഓക്കെ, അതിവിടെ കിട്ടിയിട്ടുണ്ട് ആൻസർ. ഓക്കെ അല്ലേ? പക്ഷേ അത് 100% പെർഫെക്റ്റ് അല്ല ഇത്. കാരണം ഇപ്പം നിങ്ങളുടെ ഓണർ ചോദിച്ചു, കാഡ്ബറി ഡയറി മിൽക്ക് 180 ഗ്രാം ചോക്ലേറ്റ് എത്രയുണ്ട്, പ്രോഡക്റ്റ് എത്രയുണ്ട്? ഇതാ 40 ഉണ്ട്. 145 വെച്ചിട്ട് 5,800. ഓക്കെ അല്ലേ? ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ ഓണർ ഗ്രൂപ്പ് വൈസിൽ ചോദിക്കുകയാണ്, ചോക്ലേറ്റുകൾ മാത്രം എത്ര സ്റ്റോക്ക് ഉണ്ട്, ചോക്ലേറ്റുകൾ മാത്രം എത്ര സ്റ്റോക്ക് ഉണ്ട്. ഇതിലിപ്പോൾ ഏതൊക്കെയാണ് ചോക്ലേറ്റ് നമുക്ക് അറിയില്ല. ഇത് ഒന്നായിട്ടാണ് ലിസ്റ്റ് കണ്ട് എഴുതിയാണ്, മിക്സഡ് ആക്കി അവിയൽ പരുവത്തിലാണ് സ്റ്റോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ചോക്ലേറ്റ് മാത്രം എത്ര സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് മാത്രം എത്ര സ്റ്റോക്ക് ഉണ്ട്, അങ്ങനെ സമ്മറൈസ് ചെയ്ത് ഗ്രൂപ്പ് വൈസിൽ കിട്ടണം. ആ റിപ്പോർട്ട്സ് ഇവിടെ കിട്ടില്ല. കാരണം എന്താ? നിങ്ങളിവിടെ സ്റ്റോക്ക് ഐറ്റം, ഓക്കെ അല്ലേ, നിങ്ങളിവിടെ ഈ സ്റ്റോക്ക് ഐറ്റംസ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ അത് ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ബ്രാൻഡുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ പോരാ, മറിച്ച് ഇങ്ങനെ ഇവിടെ ഞാൻ ഫുൾ ഓപ്ഷൻ വെച്ചിട്ടാണ് ചെയ്തത്. അതായത് ഞാൻ എല്ലാ ഓപ്ഷനും സ്റ്റോക്ക് ഐറ്റം ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഗ്രൂപ്പ് എല്ലാം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിപ്പോർട്ട്സ് കണ്ടോ നിങ്ങളിവിടെ? സ്റ്റോക്ക് റിപ്പോർട്ട്സ് എടുത്തു അല്ലേ, കണ്ട പക്ക പെർഫെക്റ്റ്. ബിസ്ക്കറ്റ്സ് കണ്ട, ബിസ്ക്കറ്റ്സ് മാത്രം അതിൽ 3 ഐറ്റം, ബ്രിട്ടാനിയ മാരിഗോൾഡ്, കാഡ്ബറി, ഇങ്ങനെ ഓരോ ബിസ്ക്കറ്റ്സ് 3 ബിസ്ക്കറ്റ്സ് ഉണ്ട്.
അതിൻ്റെ ക്വാണ്ടിറ്റി 60, 140, 120, അത് മൊത്തം 320. അതിൻ്റെ വാല്യൂ 33,200. ഓക്കെ അല്ലേ? അതായത് പിന്നെ അടുത്തത് ചോക്ലേറ്റ് മാത്രം എത്ര ഉണ്ട്? 365 പീസ് നമ്പർ ചോക്ലേറ്റ് ഉണ്ട്, 41,260. ഐസ്ക്രീം മാത്രം കണ്ടോ അങ്ങനെ വരുന്നുണ്ട് ഓരോ ഗ്രൂപ്പ് ഹെഡുകൾ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിന് സെപ്പറേറ്റും റിപ്പോർട്ട്സ് കിട്ടും, ഓരോ ഗ്രൂപ്പ് വൈസിലും കിട്ടും. ഓക്കെ അല്ലേ? ആദ്യം നോക്കിയാൽ നമുക്ക് ഈ ഓരോ പ്രൊഡക്റ്റുകളെ കിട്ടുള്ളൂ, ഇങ്ങനെ ബിസ്ക്കറ്റ്സ് മാത്രം കിട്ടൂല. ഈ ഓരോ പ്രൊഡക്റ്റുകളും ഇങ്ങനെ മിക്സ് ആയിട്ട് വന്ന് നിൽക്കും. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് ഓരോ ഗ്രൂപ്പ് വൈസിൽ കിട്ടും. ഇനി ഓണർ ചോദിക്കുക, അതുപോലെ നമുക്ക് ടോട്ടൽ സ്റ്റോക്ക് ഇത് 1025, അതുപോലെ തന്നെ 1,28,500 രൂപയുടെ സ്റ്റോക്ക് എണ്ണം അതും കിട്ടും. നമുക്ക് ഇങ്ങനെ ടോട്ടൽ സ്റ്റോക്കും കിട്ടും, അതുപോലെ തന്നെ ഓരോ എന്ത് ഗ്രൂപ്പ് വൈസിലും കിട്ടും, ഓരോ പ്രോഡക്റ്റ് വൈസിലും കിട്ടും, പ്രോഡക്റ്റ് ടൈപ്പ് വൈസിലും കിട്ടും. ഓക്കെ അല്ലേ? ഇതുപോലെ മറ്റൊരു റിപ്പോർട്ട്. ഇനി ഏതൊക്കെ ബ്രാൻഡുകളുടെ പ്രോഡക്റ്റ് അല്ലേ? ഇപ്പം കാഡ്ബറിയുടെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്? ഇപ്പം കാഡ്ബറിയുടെ പ്രോഡക്റ്റ് നമുക്ക് ചോക്ലേറ്റിലും വരുന്നുണ്ട്, കാഡ്ബറിയുടെ പ്രോഡക്റ്റ് പീനട്ട് ബട്ടറിലും വരുന്നുണ്ട്. അപ്പോൾ ഓരോ ബ്രാൻഡ് വൈസിൽ റിപ്പോർട്ട്സ് കിട്ടണമെങ്കിലോ നമ്മൾ നോക്കണം. നമുക്കിനി ഓരോ ബ്രാൻഡ് വൈസിൽ റിപ്പോർട്ട്സ് കിട്ടണമെങ്കിൽ ഇങ്ങനെ സ്റ്റോക്ക് കാറ്റഗറി റിപ്പോർട്ട്സ് ഉണ്ട്. ഓക്കെ, അതെടുത്ത് നോക്കി കണ്ടോ. അമൂലിൻ്റെ എത്ര പ്രൊഡക്റ്റുകൾ ഉണ്ട് കണ്ടോ? അമൂലിൻ്റെ 2 ഐറ്റം, അരുൺ എന്ന കമ്പനിയുടെ 2 ഐറ്റം, ബ്രിട്ടാനിയൻ്റെ 1 ഐറ്റം, കാഡ്ബറിയുടെ ഇത്ര ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഈ കാഡ്ബറിയുടെ ഐറ്റത്തിൽ കണ്ടോ ഈ കാഡ്ബറിയുടെ പ്രോഡക്റ്റിൽ കണ്ടോ ചോക്ലേറ്റിൽ വരുന്ന 3 ഐറ്റം ഉണ്ട്, അതേമാതിരി കാഡ്ബറിയുടെ പ്രോഡക്റ്റ് ബിസ്ക്കറ്റ്സിൽ വരുന്ന പ്രോഡക്റ്റും ഉണ്ട്. ഓക്കെ അല്ലേ? അതെല്ലാം അപ്പോൾ ആ കാഡ്ബറിയുടെ പ്രോഡക്റ്റ് മാത്രം നമുക്കിവിടെ സമ്മറൈസ് ചെയ്ത് കിട്ടും. ഓക്കെ അല്ലേ? അതേമാതിരി ഗാലക്സിയുടെ പ്രോഡക്റ്റ്, നെസ്ലേൻ്റെ പ്രോഡക്റ്റ് ഉണ്ടോ? നെസ്ലേൻ്റെ ചോക്ലേറ്റും ഉണ്ട്, അതേപോലെ തന്നെ പീനട്ട് ബട്ടറും ഉണ്ട്. ഓക്കെ അല്ലേ? സ്റ്റോക്ക് മൊത്തത്തിൽ ടോട്ടൽ ഇവിടെ 1025 NOS ആയിട്ടും അതുപോലെ തന്നെ 1,28,500 രൂപയുടെ സ്റ്റോക്കും. ഇത് ടോട്ടൽ കറക്റ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് ബ്രാൻഡ് വൈസിൽ റിപ്പോർട്ട് കിട്ടി, ഓരോ കമ്പനിയുടെ പ്രോഡക്റ്റ് എത്ര ടൈപ്പ് ഉണ്ടെന്ന്. ഓക്കെ അല്ലേ? ഓരോ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിലും ഓരോ സ്റ്റോക്ക് ടൈപ്പ്, അതായത് സ്റ്റോക്ക് ഗ്രൂപ്പ് വൈസിൽ റിപ്പോർട്ടാണെങ്കിലും ടോട്ടലൊക്കെ ശരിയായിരിക്കും. ഓക്കെ അല്ലേ? ടോട്ടൽ എല്ലാം ക്ലിയർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ നമ്മുടെ പ്രോഡക്റ്റ്, നമ്മൾ ഈ 15 പ്രോഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് ഐറ്റം ആയിട്ട്, അത് എന്ത് ടൈപ്പ് പ്രോഡക്റ്റ് ആണ് അല്ലേ? പ്രോഡക്റ്റ് ടൈപ്പ്, അത് എന്ത് ടൈപ്പ് പ്രോഡക്റ്റ് ആണ് ക്ലാസിഫൈ ചെയ്യണം, അതിനാണ് ഈ കോളം. ഓക്കെ അല്ലേ? ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്സ്, ഇതൊക്കെ എവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അത് നമ്മൾ എവിടെ ക്രിയേറ്റ് ചെയ്യുക? സ്റ്റോക്ക് ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? സ്റ്റോക്ക് ഗ്രൂപ്പ്. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യണം, അത് എന്ത് ടൈപ്പ് പ്രോഡക്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് ഉപയോഗിക്കുക. അതായത് ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്സ്, അതൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇനി അത് ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്, കമ്പനി വൈസിൽ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യണം, ബ്രാൻഡ് വൈസിൽ ക്ലാസിഫൈ ചെയ്യണം. ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്? കാഡ്ബറി, ഗാലക്സി, നെസ്ലെ, അമൂൽ, അരുൺ, അങ്ങനെ പല കമ്പനിയുടെ പ്രോഡക്റ്റ് ഉണ്ട്. കമ്പനി വൈസിൽ ക്ലാസിഫൈ ചെയ്യാനാണ് ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്? സ്റ്റോക്ക് കാറ്റഗറി. ഓക്കെ അല്ലേ? സ്റ്റോക്ക് കാറ്റഗറി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് ഐറ്റം എന്ന കോളത്തിൽ. ഓക്കെ അല്ലേ? പിന്നെ സ്റ്റോക്ക് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എന്ത് ടൈപ്പ് പ്രോഡക്റ്റ് ആണെന്ന് ക്രിയേറ്റ് ചെയ്യാനാണ്, ക്ലാസിഫൈ ചെയ്യാനാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ അത് ഏത് കമ്പനിയുടെ പ്രോഡക്റ്റാണ് എന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? യൂണിറ്റ്, ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് ചെയ്യാനുള്ള യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ.